ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വാഴയിലയിൽ മസാലയും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വറ്റിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഞാനിവിടെ ചൂരമീൻ എടുത്തേക്കുന്നത്. ചൂരമീനൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്. ചൂരമീൻ ആയതുകൊണ്ടാണ് ഞാൻ കുരുമുളക് എടുത്തേക്കുന്നത്. ഇല്ലെങ്കിലും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം മതി. കാരണം കറക്റ്റ് മീനിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ നിർത്തണമെങ്കിൽ ഈ 3 ഐറ്റം മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ചൂരമീൻ ആയതുകൊണ്ട് കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് എണ്ണയിൽ ഒന്ന് ചാലിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാല പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ശരിക്കും മീനൊക്കെ നമുക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചാൽ മതിയാവും. പക്ഷേ മീറ്റൊക്കെയാണ് നമ്മൾ ശരിക്കും കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ചേക്കേണ്ടത് അരപ്പ് ചേർത്തതിന് ശേഷം. അപ്പോൾ ഇവിടെ മീനൊക്കെ ഒന്ന് അരപ്പെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മളൊരു അടുപ്പിലേക്ക് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് മീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ചെറുതായിട്ടൊന്ന് 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. അതിനുശേഷം ആ സെയിം എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇതെല്ലാം കൂടെ ഓരോരോ ഐറ്റം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സവാളയ്ക്ക് ഒന്ന് വഴണ്ട് വന്ന്, ഒരുപാട് വഴറ്റണ്ട, ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിലേക്ക് അത് ഒതുക്കി വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി എടുത്തേക്കുന്നത്. കാരണം ഞാൻ വറുക്കാൻ വേണ്ടി വെച്ചതിനകത്ത് കാശ്മീരി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടി കൊടുത്ത് ഈ വഴട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്ത് യോജിപ്പിച്ച് ഒന്നും കൂടെ വേവാൻ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഈ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വാഴയില വാട്ടിയെടുക്കാം. വാഴയിലൊക്കെ വാട്ടി അതിലേക്ക് ഈ മസാലയെല്ലാം കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന മീനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ, അതായത് കട്ടി തേങ്ങാപ്പാൽ 1-2 സ്പൂൺ മതിയാവും. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കറിവേപ്പില വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതെല്ലാം നന്നായിട്ട് മടക്കി, ഇലയൊക്കെ മടക്കി വാഴയിലയുടെ വള്ളി വെച്ചിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് മൊരിച്ചെടുക്കുക. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത സൈഡ് എന്ത് ചെയ്യുക, പൊരിച്ചെടുക്കുക. വരുമ്പോഴത്തേക്ക് ഈ മസാലയും ഈ തേങ്ങാപ്പാലൊക്കെ ഈ മീനകത്തൊട്ട് നന്നായിട്ട് യോജിച്ച് ചേർന്ന് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പം ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.